അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ആവേശത്തോടുകൂടെ ആത്മാർത്ഥതയോടെ പ്രതിഫലാഗ്രഹത്തോടുകൂടെ റമദാൻ്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണിപ്പോൾ. അതിൽ നമ്മൾ നോമ്പിനെ പോലെ തന്നെ പ്രാധാന്യം നൽകി പങ്കെടുക്കുന്ന ഒന്നാണ് തറാവീഹ് നമസ്കാരം. സത്യത്തിൽ വളരെ സജീവമായി നമ്മുടെ പള്ളികളെല്ലാം ഏറ്റവും അധികം ജനസാന്ദ്രമായി തീരുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. പള്ളികളിൽ വരുന്ന പ്രത്യേകിച്ചും പള്ളികളിൽ വരുന്ന സഹോദരിമാരൊക്കെ വളരെ ഒരു വിഷമമായി പറയുന്നൊരു കാര്യമാണ് പള്ളിയിൽ വരുന്ന കുട്ടികളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പോൾ നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ മനസ്സാന്നിധ്യത്തോടുകൂടി ആത്മാർത്ഥതയോട് നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലദീനഹും ഫി സ്വലാത്തിയും ഖാശിഊൻ, ഖുശൂ ആണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല പള്ളി വളരെ ആദരണീയമായൊരു സ്ഥലമാണ്. ഫി ബുയൂത്തിൻ അദ്നല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു, അള്ളാഹുവിൻ്റെ നാമങ്ങൾ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കുന്ന ശ്രേഷ്ഠമായ ഭവനങ്ങളാണ് പള്ളി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ പള്ളിക്കൊരു ആദരവും ഒരു ബഹുമാനവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പള്ളിയിൽ വരാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നമ്മുടെ സഹോദരിമാർ പലരും ചെറിയ കുട്ടികളെ കൊണ്ട് പള്ളിയിൽ വരും. അപ്പോൾ ആ പള്ളിയിൽ വരുന്ന കുട്ടികൾ പള്ളിയിൽ ഓടിക്കളിക്കും, ബഹളം ഉണ്ടാക്കും. പലപ്പോഴും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകളുമായി തന്നെ പള്ളിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്, ബാഗൊക്കെ ആയിട്ട്. അതിൽ അവർക്ക് വേണ്ട കളർ പേനയും കളർ പെൻസിലും അതേപോലെ തന്നെ ടോയ്സൊക്കെ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായും നമസ്കരിക്കാൻ വരുന്ന മറ്റ് സഹോദരിമാർ അവർ വളരെയധികം ഇതിൽ പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ റമദാൻ്റെ സമയമാകുമ്പോൾ ഏറ്റവും അധികം പള്ളിയിൽ വരുന്ന സഹോദരിമാർ പരാതി പറയുന്നൊരു കാര്യമാണ് ഈ കുട്ടികളുടെ ശല്യം കൊണ്ട് നമസ്കാരം ശരിയാവുന്നില്ല എന്നുള്ളതാണ്. ഈ തശ്വീഷ് ഉണ്ടാക്കുക എന്ന് പറയും. നമസ്കാരത്തിൽ തശ്വീഷ് ഉണ്ടാക്കുന്ന എന്ത് പ്രവർത്തനം പള്ളിയിൽ ഉണ്ടാകുന്നതും വളരെ ഗുരുതരമായ തെറ്റാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ഉറക്കനെ ഖുർആൻ ഓതിയാൽ അത് വേറൊരാൾക്ക് ശല്യമാണെങ്കിൽ, നിസ്കരിക്കുന്ന ഒരാൾക്ക് ശല്യമാണെങ്കിൽ ആ ഖുർആൻ ഓതുന്ന അത് അയാൾ ചെയ്യുന്നത് തെറ്റായൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷ്മത കൈക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. പൊതുവെ പള്ളിയിൽ ഓടിക്കളിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിൽ പല ആളുകളും ഈ കാര്യത്തെ അനുകൂലിച്ച് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുന്നത് നല്ലതല്ലേ, അവർ നല്ല ശീലത്തിനല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് തെറ്റ് പറയാൻ പറ്റുമോ, അതിനെ വിമർശിക്കാൻ പറ്റുമോ, അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ സാധാരണ കുട്ടികളുടെ ഇത്തരം പള്ളിയിൽ വന്ന് കളിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ പറയാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ആരും പറയാൻ സാധ്യതയില്ല. കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ പള്ളിയിൽ വന്നിട്ട് അവിടുന്ന് നമുക്കത് ഓതുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, സുജൂദ് പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ ഏതെങ്കിലും നിസ്കരിക്കാൻ വരുന്ന ഒരാളൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? ഒരാളും അതിനെ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുമെന്ന് നമ്മളൊരിക്കലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒരു കാരണം, നമുക്ക് നിസ്കരിക്കാൻ പോരണമെങ്കിൽ നമുക്ക് കുട്ടികളുമായിട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നമ്മൾ കുട്ടികളായിട്ട് വരുമ്പോൾ അത് മറ്റുള്ളവരുടെ നിസ്കാരം ശല്യപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളുമായി വീട്ടിൽ നിസ്കരിച്ചാൽ മതി. നമ്മളെന്ത് ചെയ്യേണ്ട, പള്ളിയിൽ വന്ന് ബാക്കിയുള്ള മുഴുവൻ പള്ളിയിൽ വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് നിസ്കാരം പ്രയാസപ്പെടാൻ നമ്മുടെ പള്ളിയിൽ വരവ് കാരണമാകുമെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെക്കലല്ലേ ഏറ്റവും ഹൈറായ കാരണം. പിന്നെ മറ്റൊരു കാരണം, പള്ളിയിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം കുട്ടികൾക്ക് നമസ്കാരത്തിന് ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പള്ളിയുടെ പവിത്രത അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നിർത്തി സൊഫിൽ നിർത്തി ആ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കാൻ അവരെ പര്യാപ്തമാക്കി, ഇനി അഥവാ അവർക്ക് കഴിയില്ലെങ്കിൽ അവർ ഭാഗത്ത് കിടന്നിറങ്ങിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ശീലിപ്പിക്കുക എന്നല്ലാതെ പള്ളിയിൽ കൊണ്ടുവന്ന് അവരെ കളിക്കാനും ഓടാനും പരിശീലിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ചെറിയ പ്രായത്തിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത 4-5 കുട്ടികൾ സംഘം ചേർന്ന് നമ്മുടെ സൊഫിൻ്റെ പിറകിലും സൊഫിൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് ഓടാൻ തുടങ്ങിയാൽ അവിടെ നിസ്കരിക്കുന്നവർക്ക് മുഴുവൻ അതുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ ശീലിപ്പിക്കാൻ വേണ്ടി പള്ളി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ശീലിപ്പിക്കുകയാണ് വേണ്ടത്. അവരെപ്പോൾ നമ്മൾ ശീലിപ്പിക്കണം എന്താണ്? ഓടാനും പള്ളിയിൽ കളിക്കാനുമാണ് ശീലിപ്പിക്കണം. അതെല്ലാം ശീലിപ്പിക്കേണ്ടത്. 7 വയസ്സായ തന്നെ ഒരു കുട്ടി നിസ്കരിച്ച് തുടങ്ങണമെന്നല്ലേ കാര്യം. അപ്പോൾ നമ്മൾ പള്ളിയിൽ കൊണ്ടുവരുന്ന കുട്ടികളെ മറ്റുള്ളവർക്ക് യാതൊരു കാരണവശാലും യാതൊരു ശല്യവും ഉണ്ടാക്കുന്നില്ല എന്ന് 100% നമ്മൾ ഉറപ്പ് വരുത്തണം. പലപ്പോഴും അവർ അടി കൂടി അവർ കരഞ്ഞ്
പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിസ്കരിക്കുന്ന ആളുകൾക്ക് സൃഷ്ടിക്കുന്നതായിട്ടുള്ള പരാതികളുണ്ട്. അപ്പോൾ അത് ഗുരുതരമായ ഒരു തെറ്റായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ടാവുന്നത് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരിക എന്നുള്ളതും അവരെ ശീലിപ്പിക്കാൻ നല്ല കാര്യമല്ലേ എന്ന ഒരു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുന്നതിന് നമുക്ക് ഒരുവർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളിയിൽ കൊണ്ടുവന്ന രക്ഷിതാക്കളായിരുന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളായിരുന്നാലും കുട്ടികളെന്ന നിലയ്ക്ക് അവരോട് വളരെ സോഫ്റ്റായി വളരെയധികം നല്ല രൂപത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത്. അപ്പോൾ വളരെ നല്ല നിലക്ക് പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും മറ്റുള്ളവരതിൽ ഇടപെടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കത് മാനസിക വിഷമമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തന്നെ കണ്ടറിഞ്ഞ് പള്ളിയിൽ വരുന്ന ഒരു കുട്ടിയും പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ കൊണ്ടുവരാനും കുട്ടികളങ്ങനെ ഓടിക്കളിച്ച് ശബ്ദം ഉണ്ടായാലും നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്ന ശീലിപ്പിക്കുക എന്നുള്ളൊരു ഭാഗമായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്നതിൽ ഒരിക്കലും ന്യായമില്ല. ഇതൊന്നും മനസ്സിലാക്കി നിസ്കരിക്കുന്നവർക്കൊരു കാരണവശാലും ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടില്ലാതിരിക്കുവാൻ നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം. ഇത് ഇപ്പോൾ ധാരാളം പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുന്നു. പള്ളിൻ്റെ പവിത്രത മനസ്സിലാക്കി കൊടുക്കാനും നിസ്കാരം ശീലിപ്പിക്കാനൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഒരിക്കലും പള്ളിയുടെ പവിത്രത മറന്ന ഒരു കളി പള്ളിക്കുള്ളിൽ വെച്ച് നടക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.